നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്നത് അത് നമുക്ക് ഇഷ്ടമല്ല. അവർ നമ്മളെക്കാൾ ഉയരുന്നത്, സമ്പത്തിലായാലും സ്ഥാനത്തിലായാലും ഉയരുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു രീതി. എന്നിട്ട് അവർക്കത് നഷ്ടപ്പെട്ടിട്ട് നമുക്കത് നേടിയെടുക്കണം എന്നുള്ളതായൊരു ബോധം. അഥവാ എല്ലാവർക്കായും മുകളിൽ ഞാനാവണം എന്നുള്ളതായ ചിന്ത, എൻ്റെ മുകളിൽ ആരും ആവരുത് എന്നുള്ളതായ ചിന്തയാണ് അസൂയ എന്ന് പറഞ്ഞാൽ. അഥവാ ചുരുക്കി പറഞ്ഞാൽ ദുന്യാവിനോടുള്ളതായ മോഹം കാരണത്താൽ ഉണ്ടായിത്തീരുന്നതായ ഒരു സംഭവമാണ് അസൂയ എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വമിനി ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്നതായ ആളുകളിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ആയത്ത് കൂടെ ഖുർആനിൽ സൂറത്തുൽ ഫലക്കിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഡേഞ്ചർ ആയതായ ഒരു സംഭവമാണ്. മുത്ത് റസൂൽ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇയ്യാക്കും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. മുത്ത് റസൂൽ ഒരു ഹദീസിലൂടെ ഈ അസൂയയെ കുറിച്ച് പറയുന്നുണ്ട്. ഇയ്യാക്കും വൽ ഹസദ, നിങ്ങൾ അസൂയ എന്ന് പറയുന്നതായ ആ ഒരു സംഭവത്തെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി, എല്ലാ അമലുകളെയും, നിങ്ങൾ ചെയ്തതായ എല്ലാവിധ അമലുകളെയും ആ അസൂയ തിന്നുപോകുന്നതാണ്. അഥവാ നമ്മൾ ചെയ്യുന്നതായ ഒരു അമലും ബാക്കി വെക്കുകയില്ല, എല്ലാം കൊഴിഞ്ഞു പോകും. ഏതുപോലെ എന്നറിയുമോ? കമാ തഅകുലുൻ നാറുൽ ഹതബ, ഒരു വിറക്, ഒരു തീ എങ്ങനെയാണ് തിന്നുന്നത്, അത് തിന്നുകൊണ്ട് വെണ്ണീറാക്കുന്നത് എങ്ങനെയാണോ, ആ വിറകിൻ്റെ എല്ലാവിധ ശക്തിയും ക്ഷയിച്ചു പോകുന്നതായ രൂപമാണ് തീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇത്രമാത്രം ഡേഞ്ചറാണ് നമ്മൾ ചെയ്യുന്നതായ ഒരു അമല് പോലും ബാക്കി ഉണ്ടാവാതെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു ഏറ്റവും വലിയ ഡേഞ്ചറായ ഒരു സംഭവമാണ് അസൂയ എന്ന് പറഞ്ഞാൽ.